ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മയുടെ ഓഫീസിൽ നിന്ന് ടൂറ് പോകാൻ കേട്ടോ. കാന്തല്ലൂരാണ് ഞങ്ങൾ ടൂറ് പോണത്. അപ്പോൾ ഞാൻ അമ്മയുടെ ഓഫീസിൽ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും എത്തി. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റേഡിയത്തിൻ്റെ അവിടെ പോയിട്ട് ഫ്രൈഡ് മൊമോസ് എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാത്രി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. കാന്തല്ലൂർ എത്തിയപ്പോഴേക്കും നല്ല തണുപ്പ് ഗൈസ്. എൻ്റെ ചുണ്ടൊക്കെ ഫ്രീസായിപ്പോയി ഗൈസ്. എനിക്ക് മരവിച്ചിട്ട് വയ്യായിരുന്നു. അങ്ങനെ ഞങ്ങൾ തേയിലത്തോട്ടമൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് എന്തോ 2 പൂവ് കണ്ടേ. കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അത് ഫുള്ള് കാടാണ് ഗൈസ്. ഫുള്ള് കാട് മാത്രമുള്ളൂ. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല കേട്ടോ. അവിടെ ഫുള്ള് ക്ലൗഡ്സൊക്കെ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഞങ്ങൾ കുറേ വ്യൂ പോയിൻ്റൊക്കെ കണ്ടു കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ മരത്തിൻ്റെ അവിടെയൊക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലേക്ക് എത്തി കേട്ടോ. കുറച്ച് നേരം ട്രാവലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി ഇറങ്ങി. വ്യൂ പോയിൻ്റ് കാണുന്നതിന് മുമ്പ് റിസോർട്ടിലേക്ക് ഒന്നും കൂടി ഞങ്ങൾ തിരിച്ചു പോയായിരുന്നു കേട്ടോ. അത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു. ഫുഡ് കഴിച്ചിറങ്ങിയിട്ട് ഞങ്ങൾ ആ സ്ഥലം മുഴുവൻ ചുറ്റിക്കണ്ടു. അങ്ങനെ ഗൈസ്, നമ്മൾ റിസോർട്ടിലേക്ക് കയറാൻ കേട്ടോ. ഇങ്ങനെ കയറ്റമാണ് നല്ലോണം. റൂമിലേക്ക് എത്തിയപ്പോഴേക്കും അവിടെ സൈഡിൽ നല്ല പൂക്കളൊക്കെ ഉണ്ടായി. എനിക്ക് ആ പൂക്കൾ നല്ല ഇഷ്ടമായി. പക്ഷെ അവിടെ നിന്ന് പറിക്കാൻ പാടില്ല കേട്ടോ. ഞാൻ കണ്ടില്ല. അവസാനം ഞാനും അമ്മയുടെ ഫ്രണ്ടും കൂടി ഇരുന്ന് ഊഞ്ഞാലാടി കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ സ്ട്രോബെറി ഫാമിലേക്ക് പോയി ഗൈസ്. സ്ട്രോബെറി ഫാമിൻ്റെ വിളവെടുപ്പായിരുന്നു സ്ട്രോബെറീസിൻ്റെ. അപ്പോൾ അവിടെ അധികം സ്ട്രോബെറീസ് ഒന്നും ഉണ്ടായില്ല. കുറച്ചൊക്കെ ഉണ്ടായുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറി ഫാമിൽ പോയിട്ട് അവിടെ ആണെങ്കിൽ സ്ട്രോബെറീസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. സ്ട്രോബെറി ജാം, സ്ട്രോബെറി ഹൽവ, അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടായി. ഞങ്ങൾ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല. ആകെ ചോക്ലേറ്റ്സും കാപ്പിപ്പൊടിയായിരുന്നു വാങ്ങിയത്. അങ്ങനെ ഞങ്ങൾ തേയിലപ്പൊടി. എന്നിട്ട് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യൂ പോയിൻറ്റിലേക്ക് പോവാം. ആ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ സ്ട്രോബെറി ഫാം ആയിരുന്നേ. എന്നിട്ട് ഞങ്ങൾ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി ബ്രിഡ്ജ് കടന്നു. ബ്രിഡ്ജ് ചെറുതായിട്ടൊന്ന് ഇളകിയോ എന്നൊരു ഡൗട്ട് ഉണ്ടായി. അങ്ങനെ വ്യൂ പോയിൻ്റ് കാണാൻ നേരം അവിടെ കാണുന്ന ഫുള്ള് കോടമഞ്ഞാണ്. അതുകൊണ്ട് അധികം ഒന്നും കാണാൻ പറ്റിയില്ല ഗൈസ്. അങ്ങനെ വ്യൂ പോയിൻ്റ് കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ആ സ്ട്രോബെറി ഫാമിൻ്റെ അവിടെ തന്നെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ നിന്ന് പോവായിരുന്നു. അപ്പോൾ പോകുന്ന നേരം ലാസ്റ്റായിട്ട് ഊഞ്ഞാലാടിയിരുന്നേ. കുറേ ഷോർട്സൊക്കെ എടുത്തായിരുന്നു കുട്ടുമൊക്കെ. പക്ഷെ അതെൻ്റെ കയ്യിൽ തട്ടി ഡിലീറ്റായിപ്പോയി ഗൈസ്. അതുകൊണ്ട് അവിടുത്തെ കുട്ടുമക്കുട്ടി എനിക്ക് ഇടാൻ പറ്റില്ല. പക്ഷെ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇറങ്ങാൻ നേരം. അമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ആ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ആ പൂ കണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതൊരെണ്ണം കൈ പിടിച്ചു. അവസാനം റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ മൂന്നാറിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാർ കുറച്ചധികം ദൂരമുണ്ട് മൂന്നാറിലേക്ക്. അവിടെ ഫുള്ള് കാടായിരുന്നു ഗൈസ്. കാടിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഞങ്ങൾ പോയത്. അവസാനം മൂന്നാർ എത്തിയപ്പോഴേക്കും അവിടെ ഞങ്ങളൊരു തേയിലത്തോട്ടത്തിൽ കയറി ഗൈസ്. ആ കാണുന്നത് ഫുള്ള് തേയിലത്തോട്ടമായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഭാഗ്യത്തിന് അട്ടയുണ്ടായില്ല അവിടെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.